ദാനങ്ങളെക്കുറിച്ച് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ല, ബാക്കി തുടരാമെന്ന് പറഞ്ഞു. ആ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത് അനവധി ദാനങ്ങളുണ്ട്, ജന്മം കിട്ടിയത് ദാനം ചെയ്യാനാണ്. ആ ദാനം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നാം ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന മൂലക്ക്, അടുക്കളയിൽ പാകം ചെയ്യുന്ന മൂലക്ക്, കുഞ്ഞിന് മുല കൊടുക്കുന്ന മൂലക്ക് ഒക്കെ നമ്മുടേതല്ല, ഇത് എന്റേതല്ല എന്ന രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ടുന്ന രീതിയിലാണോ കിട്ടിയ ബുദ്ധിയെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചിന്തയ്ക്ക് കൊടുത്തു. ഇത്രയൊക്കെ കഴിവും എടുക്കും ഉണ്ടാക്കിയിട്ട് ദാനമല്ല എന്ന് മാത്രമല്ല, സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ തന്റെ ബുദ്ധിയെയും കഴിവിനെയും ദാനം ചെയ്യുന്നവർ ഉണ്ട്. വിദ്യ വലിയ ദാനമാണ്. പക്ഷെ വിദ്യ കൊണ്ട് ആ ദാനമായിട്ട് എന്തു കൊടുത്തിരുന്നാലും ആര് കിട്ടിയവർ ചിന്തിക്കാറൊന്നുമില്ല. ഇത് നിക്ക് പറഞ്ഞു തന്ന ഇന്ന ആളാണ് ചിന്തിക്കാറുണ്ട്. ധന്യമേ ജീവിതം പറഞ്ഞു നടക്കുമ്പോൾ വേറെ ആരോ പറഞ്ഞത് അനുകരിച്ചല്ലേ തുടങ്ങിയത്. 16 കൊല്ലം അമൃത TV സംസാരിച്ചു. അതുവരെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അന്ന് പേര് ധന്യമീ ദിനം എന്നായിരുന്നു. ഇപ്പൊ ധന്യമീ ജീവിതാക്കി സംഭവം ഒന്നുണ്ട്. അതിനു മുമ്പ് വേറെ ഭാഷയിൽ കേട്ട പ്രഭാഷകരെ അനുകരിച്ചുകൊണ്ടല്ലേ തുടങ്ങിയത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ സമയത്ത് ചിന്തിക്കാറുണ്ടോ, ഗുരുക്കന്മാര് പണം കൊടുത്താൽ ചിന്തിക്കാറില്ല. പണം കൊടുത്ത് എത്ര സഹായിച്ചാലും മതിയെന്ന് പറയില്ല. ഭൂമിദാനം ചെയ്തു. ഭൂമിദാനം ചെയ്യാച്ചാൽ ഇപ്പൊ പലരും ഭൂമിദാനം ചെയ്യുന്നുണ്ട്. അവനവന്റെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ആയിരിക്കും. അവര് മതിയെന്ന് പറയാറുണ്ടോ? ഇനി വീണ്ടും ഭൂമി എവിടെ കിട്ടും? മനുഷ്യന്റെ എണ്ണം വർദ്ധിക്കുന്നു, ഭൂമി വർദ്ധിക്കുന്നില്ല. എവിടെ ഇതിനേക്കാൾ ഭൂമി കിട്ടുന്ന അവര് ഓടി നടക്കല്ലേ ഉള്ളൂ. ചിന്തിച്ചാൽ സ്വർണത്തിന്റെ അവസ്ഥയും ഇതാണെങ്കിൽ ഏറ്റവും വലിയ ദാനം അന്നദാനം ആണ്. അന്നദാനത്തിലേക്ക് വരാനാണ് ഇതൊക്കെ പറഞ്ഞത്. ഈയിടെ ഒരു പ്രമാണി സംഭാഷണ മധ്യേ പറഞ്ഞു, എല്ലാ ക്ഷേത്രങ്ങളിലും അന്നം കൊടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ആഹാരമായി നിർത്തണം. അങ്ങനെയാണല്ലോ പുരോഗമനപരമായുള്ള ചിന്താഗതിക്കാർ പറയാം. അതൊക്കെ നിർത്തണം. ദക്ഷിണേന്ത്യയിലത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അന്നദാനമുണ്ട്. മൂകാംബിയുണ്ട്, തിരുപ്പതിയുണ്ട്, ഉടുപ്പിയിലുണ്ട്. അത് ചില ദേവാലയത്തിൽ ഗുരുവായൂർ കൊടുക്കുന്നുണ്ട്. അന്നദാനം നല്ല രീതിയിലുള്ള ഗുണമാണ്. അതും പറയണല്ലോ, നല്ല രീതിയിൽ ഇരുന്ന് കഴിക്കാൻ പാകത്തിലിരുന്ന ആഹാരം കൊടുക്കുന്നുണ്ട്. അന്നദാനം നിർവഹിക്കാനായിട്ട് പൈസ കിട്ടുന്നവരും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര പേര് അന്നം കഴിച്ചിട്ടുണ്ട്? അതിനെ അഭിമാനകരമായി കാണണം. ചിലർ പറയാറുണ്ട് കേട്ടോ, ഇന്നാള് വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിച്ചാൽ പോയി. എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. കേരളത്തിലെ പല സെലിബ്രിറ്റീസും വീട്ടിൽ വന്ന് വർത്തമാനം പറഞ്ഞ് നേരം കഴിഞ്ഞ് ആഹാരം കഴിച്ചാൽ പോകും. അന്നം കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വലിയൊരു കാര്യം അവിടെ
സംഭവിക്കുന്നുണ്ട്. അന്നം കഴിച്ചു കഴിഞ്ഞാൽ മതി എന്ന് പറയും. ആരെങ്കിലും പോരാന്ന് പറഞ്ഞാൽ ഈ കഴിച്ചോളൂ, മതി. ഈ മതി എന്ന വാക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അന്നം കൊടുക്കണം. പണം കൊടുത്താലോ സ്വർണം കൊടുത്താലോ ഭൂമി കൊടുത്താലോ ആ മാതിരിയല്ല മതി. ഊണിയൊക്കെ ഇരിക്കുമ്പോ എന്റെ കൂടെ ഉള്ളവര് പറയണ ഈ വാക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ആ മതി, ഒഴിച്ചു, ആ മതി മതി മതി. മതി എന്ന് പറയും. വീടുകളിൽ നിന്ന് ഞാൻ കഴിക്കുന്ന പോലെ അന്നം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എത്രയോ വർഷമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് 2 പൊതി ചോറ് കൊടുത്തയക്കുന്നുണ്ട്. ആ 2 പൊതി ചോറ് കൊടുത്തയക്കുന്നതിന്റെ തലേ ദിവസം വിളിക്കാൻ ടെൻഷനാണ്. പിറ്റേ ദിവസം ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാവണം, ഏതെങ്കിലും ഒന്ന് കുറയാൻ പാടില്ല. അപ്പൊ അതിന്റെ കൂട്ടാന്റെ കഷ്ണം കരിയുമ്പോ ഏതോ അജ്ഞാതന് കഴിക്കാനാണ് നമ്മൾ ചെയ്യണത്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു അജ്ഞാതനാണ് ഈ ഊണ് കഴിക്കുക. ആ അജ്ഞാതൻ മതി എന്ന വാക്ക് മനസ്സിലെങ്കിലും പറയും. പണ്ട് കാലത്ത് ജാതി വ്യവസ്ഥ ശക്തമായിരുന്ന കാലത്ത് മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്നവര് താഴോട്ട് ഇറങ്ങി വന്നാൽ അവര് വളരെ അകന്നു മാറിയാണ് നിൽക്കുക. ഇന്നിപ്പോ വനപ്രദേശത്ത് നിന്ന് ഒരു ആനയോ പുലിയോ വന്നാൽ നമ്മൾ കാണിക്കണ പോലെ എന്ന് തന്നെ പറയാം. വളരെ അകന്നാ നിൽക്കുക. അകന്നു നിന്നാൽ അവർക്ക് ആഹാരം കൊടുത്തോളണം. ഏത് വീട്ടിലും പോയിട്ട് തമ്പുരാനെ തമ്പുരാട്ടിയെന്ന് വിളിക്കും. ആ വിളിച്ചിട്ട് അവര് ഭൂമിയിൽ കുഴി കുത്തി കഴിക്കണത് ഞാൻ എൻ്റെ തീരെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. പാത്രത്തിലല്ല കൊടുക്കുക, മണ്ണ് കുറച്ച് മാറ്റി അവിടെ വാഴയില, അത് ചിലപ്പോൾ അവരെന്നെ മുറിച്ചുകൊണ്ടിരും, അവിടെ വയ്ക്കും. അതിലാണ് കഞ്ഞി കുടിക്കുക. അല്ലെങ്കിൽ വെള്ളച്ചോറ്. വെള്ളച്ചോറ് എന്നുള്ളത് മോശമായ ഒരു വസ്തുവൊന്നും അല്ല, ശരീരത്തിന് വളരെ നല്ലതാണ്. അതിനായിട്ടുള്ള കോമ്പിനേഷന് പറ്റുന്ന മോരും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ വെള്ളച്ചോറ് വളരെ നന്നാണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടിയായിരിക്കണം, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, കഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് അകലേന്ന്. എനിക്കൊരു 5 വയസ്സ് താഴെയുള്ള സമയത്താണ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. മുതിർന്നവര് പറയും അവരത് കഴിക്കുമ്പോ മതി എന്ന് പറയും. മതി തമ്പുരാട്ടി. പിന്നീടാണ് ഒരു കാരണവര് എനിക്ക് പറഞ്ഞു തന്നത്, ആ മതി എന്ന് മാത്രമല്ല, തൃപ്തിയായി തമ്പുരാട്ടി, തൃപ്തിയായി ഭഗവാനെ അവര് പറഞ്ഞുകൊണ്ട് ഇരിക്കും. ആ തൃപ്തിയായി നമ്മുടെ വയറ് തൊട്ടാ പറയുന്നത് ആ കുടുംബത്തിന് വളരെ ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം. അന്നദാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഒരാൾക്ക് വല്ലാതെ വിശപ്പ് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ചൂണ്ടുവിരലൊന്ന് നക്കി നോക്കൂ, വിശപ്പ് നീങ്ങുന്ന. ഇയാൾ ചൂണ്ടുവിരൽ വെക്കി അയാളുടെ. ഇതെങ്ങനെ സംഭവിച്ചു? അമ്പല പരിസരത്ത് കേൾക്കുമ്പോ ആരൊക്കെ അതിലേ വന്നു, അന്നം കൊടുക്കുന്ന ഭോജനശാല എവിടെയാന്ന് ചോദിച്ചപ്പോ ഈ വിരലുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു.
അന്നം ഒരാൾക്ക് കൊടുത്തിട്ടില്ല, ഇയാള് നന്മയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഭോജനശാല എവിടെയാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് കൊടുത്തപ്പോ ആ വിരലിന് വരെ പുണ്യമുണ്ട് എന്നൊക്കെ കഥ പറയാറുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അന്നം ദാനം മഹാദാനം ആണ്. നമസ്കാരം.